ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആരീസ് ടേസ്റ്റ്. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു ചൂരമീൻ വറ്റിച്ചതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. ചൂരമീൻ വറ്റിച്ചത് പ്രത്യേക രീതിയിലാണ് ഈ കറി തയ്യാറാക്കിയിരിക്കുന്നത്. അത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഇതെങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. നമ്മുടെ ചൂര വറ്റിച്ചത് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കാം. മുഴുവൻ കുരുമുളകാണ്, 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കും. അതുപോലെ തന്നെ ഒരു 3-4 കഷ്ണം കുടംപുളി കേട്ടോ, അതിലിട്ട് നമ്മുടെ കറിക്ക് ആവശ്യമായ കുടംപുളി. ഇത് രണ്ടും നല്ലതുപോലെ തിളച്ച് വരട്ടെ. നമ്മുടെ കുരുമുളകും പുളിയൊക്കെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് തണുത്തതിന് ശേഷം നമുക്ക് പുളി അങ്ങ് മാറ്റാം കേട്ടോ. എന്നിട്ട് കുരുമുളക് ഒന്ന് മിക്സിയിൽ ചതച്ചെടുക്കണം. തണുക്കട്ടെ. നമ്മൾ തിളപ്പിച്ചെടുത്ത കുരുമുളക് തണുത്ത് ഇട്ടിട്ടുണ്ട്. ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. പുളിയൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെള്ളമുണ്ട്, അത് മാറ്റി വെച്ചു. ഇതിലേക്ക് ഒരു 10-12 ചെറിയ ഉള്ളി ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുക്കുക. കൊടുത്തിട്ട് ഇതൊന്ന് ചതച്ചെടുക്കുക. കറിക്കുള്ള മീൻ ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു 1/2 കിലോ മീൻ കാണും കേട്ടോ. ഞാൻ തൂക്കിയൊന്നും നോക്കിയിട്ടില്ല. അതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞ് ഇട്ട് കൊടുക്കുക. 2 പച്ചമുളക് നീളത്തിലേക്ക്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ച പുളി ഉണ്ടല്ലോ, അത് ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. എരിവ് കുറഞ്ഞ മുളകാണ്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന കുരുമുളകും ചുവന്നുള്ളി ഉണ്ടല്ലോ, അതുകൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് മീനിലൊന്ന് പിടിപ്പിക്കാം. ഇതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പില കൂടി ഇട്ടിട്ട് അതും കൂടെ മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് വലിയ വലിയ കഷ്ണങ്ങളല്ലേ, ഇപ്പോൾ വെന്ത് കിട്ടാനുള്ള വെള്ളം വേണമല്ലോ, ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാൻ ആ മിക്സിയുടെ ജാറ് കഴിയ വെള്ളം അതൊഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ചാറ് എത്രയാണോ വേണ്ട അത്രയും വെള്ളം മതി. അപ്പോൾ മീൻ മുങ്ങി കിടക്കത്തക്ക വിധത്തിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇത്ര മതി. ഇനി നമുക്കിത് സ്റ്റൗവിലേക്ക് മാറ്റാം. സ്റ്റൗ ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. 10 മിനിറ്റ് തന്നെ ഇത് വേവട്ടെ. നമ്മുടെ മീൻകറി എന്തായാലും നോക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. വറ്റി വന്നിട്ടുണ്ട്. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ പൊടിഞ്ഞു പോകുന്ന മീനൊന്നും അല്ലല്ലോ, വലിയ കഷ്ണമായതുകൊണ്ട് സൈഡ് കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കും. കുറച്ചും കൂടെ ഒന്ന് വറ്റി വരട്ടെ. നമ്മൾ മീൻ വറ്റിച്ചാണല്ലോ എടുക്കുന്നത്. ടേസ്റ്റ് ഒന്നും കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ എണ്ണയൊന്നും ചേർത്തിട്ടില്ല ഇതുവരെ. ഒരു 5 മിനിറ്റ് കൂടി ഇരിക്കട്ടെ. അങ്ങനെ നമ്മുടെ ചൂരമീൻ വറ്റിച്ചത് റെഡി ആയിട്ടുണ്ട്. ഈ ലാസ്റ്റ് നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കും. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കും. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കും. 2 തണ്ട് കറിവേപ്പില, പിന്നെ ഒരു 10 മിനിറ്റ് ഇങ്ങനെ വെച്ചിരിക്കണം കേട്ടോ.
ഇതിൻ്റെ എല്ലാം ആ സത്തൊക്കെ നല്ലതുപോലെ ഒന്ന് പിടിച്ച് കഴിയുമ്പോഴത്തേക്കും അടിപൊളി ടേസ്റ്റാണ്. ഇപ്പോൾ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ.